ബലിയർപ്പകനും ബലിവസ്തുവുമായി യേശുവേ കനിയേണമേ. തിരി തെളിഞ്ഞു മണി മുഴങ്ങി ബലിവേദി വീണ്ടും ഒരുങ്ങി. തിരി തെളിഞ്ഞു മണി മുഴങ്ങി ബലിവേദി വീണ്ടും ഒരുങ്ങി. കാൽവരിയാഗത്തിൽ പങ്കുചേരാൻ അനുതാപമോടണയാ നാം ഒന്നു ചേരുകയായി. ബലിയർപ്പിക്കാൻ വരവായി ബലിവേദിയിൽ വരവായി. പാപകടങ്ങൾ പൂക്കും യേശുവിൻ ബലി പരിശുദ്ധി പകരുമി പരമയാഗം. സ്വർഗാധിസ്വർഗവും ഭൂതലവും സ്വർഗീയ വൃന്ദവും മാനവരും ഒരുമയോടിന്നണി ചേരുകയായി സ്നേഹത്തിൻ ബലിയർപ്പിക്കാൻ. തിരി തെളിഞ്ഞു മണി മുഴങ്ങി ബലിവേദി വീണ്ടും ഒരുങ്ങി. തിരി തെളിഞ്ഞു മണി മുഴങ്ങി ബലിവേദി വീണ്ടും ഒരുങ്ങി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഇടയ സങ്കല്പം എന്നത് അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. അവരുടെ സംസ്കാരമനുസരിച്ച് അവരുടെ മഹാശ്രേഷ്ഠന്മാരായ എല്ലാവരും തന്നെ ഇടയന്മാരായിരുന്നു. ആദ്യ മാതാപിതാക്കൾ തൊട്ടങ്ങോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഇടയന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഇടയ സങ്കല്പം പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ പുസ്തകവും പ്രവാചകന്മാരുടെ പുസ്തകവും പലപ്പോഴായിട്ട് യഹോവേ നമ്മുടെ ഇടയനാണെന്ന് സങ്കല്പത്തിൽ എത്തിച്ചേരുന്നുണ്ട്. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ യേശുവിന് കൊടുത്ത രണ്ട് മഹത്തരമായ മനോഹരമായ നിർവചനമാണ്. ഒന്ന്, ദൈവം സ്നേഹമാണെന്നും മറ്റൊന്ന്, ഈശോ ഇടയനാണ്. എന്തുകൊണ്ടാണ് മറ്റ് ഇടയന്മാരെക്കാൾ യേശു പ്രത്യേകത അർപ്പിക്കുന്നത്? സ്വന്തം ജീവൻ നൽകുന്ന ആടുകൾക്ക് വേണ്ടി സ്വയം ബലിയാകുവാനായിട്ടൊരുങ്ങുന്ന ഇടയനെ കുറിച്ചാണ് യോഹന്നാൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പ്രതിപാദിക്കുക. വചനം പറയുന്നു, നിങ്ങൾ എൻ്റെ ആടുകളാണ്. ഒത്തിരി പൗരുഷമായ അല്ലെങ്കിൽ ഒത്തിരി ശക്തിയുള്ള ധൈര്യശാലികളായിട്ടുള്ള മൃഗങ്ങൾ ഈ ലോകത്തുണ്ടായിട്ടും യേശു നമ്മളെ ഉപമിക്കുന്നത് ആടുകളോടാണ്. ഈ ആടുകൾക്ക് 3 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്, ആടുകൾക്ക് സ്വയം രക്ഷിക്കുവാൻ കഴിവില്ലാത്ത ഒരു മൃഗമാണ്. പെട്ടെന്നുള്ള ഒരു ആക്രമണത്തിൽ നിന്ന് ആടുകൾക്ക് ഒരിക്കലും സ്വയമേ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കില്ല. മറ്റേത് മൃഗങ്ങൾ എടുത്ത് നോക്കുക, അവർക്ക് അവരുടേതായ രീതിയിൽ ഒരു സംരക്ഷണ കവചമുണ്ട്. ഓന്തിനെടുത്താൽ അതിന് നിറം മാറാനായിട്ട് കഴിയും.
മാനിനെടുത്താൽ അതിനെ ഏറ്റവും വേഗതയിൽ ഓടുവാനായിട്ട് കഴിയും. ഓരോ മൃഗത്തിനും അതിനെ സ്വയം പരിരക്ഷിക്കുവാനുള്ള ചില മാർഗങ്ങളുണ്ട്. പക്ഷെ ആടിനെ സംബന്ധിച്ചിടത്തോളം സ്വയം രക്ഷിക്കുവാൻ കഴിവില്ലാത്ത ഒരു മൃഗമാണ് ആടെന്ന് പറഞ്ഞാൽ. രണ്ടാമത് ആടിനുള്ളത് ബുദ്ധിശക്തി കുറവാണെന്നുള്ളതാണ്. നമ്മുടെയൊക്കെ തലച്ചോറിൽ പലപ്പോഴും ബുദ്ധിശക്തിയെ ഉണർത്തുന്ന പല ജീവകങ്ങളും ആടിൻ്റെ ശരീരത്തിലില്ല. അതുകൊണ്ടാണ് വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ ആട് തിരിച്ചു വരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെയൊക്കെ വീട്ടിലെ പൂച്ചയോ പട്ടിയോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെത്തനേക്കാൾ മുമ്പ് അതൊരു പക്ഷെ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തും. അതിനതിൻ്റെ കഴിവുണ്ട്. പക്ഷെ ആടുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ ഇടയനിൽ നിന്ന് കൂറ്റം തെറ്റിയാൽ, മറ്റു ആടുകളിൽ നിന്ന് മാറിപ്പോയാൽ തിരിച്ചു വരിക എന്നത് ആടുകൾക്ക് സാധ്യമായ ഒരു കാര്യമല്ല. അത് പലപ്പോഴും വചനത്തിലൂടെ ക്രിസ്തു നാം വീണ്ടും വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട്. മൂന്നാമത് ആടുകൾക്കുള്ള ഒരു കുറവെന്ന് പറഞ്ഞാൽ കാഴ്ചശക്തി തീരെ ഇല്ലാത്തൊരു മൃഗമാണ് ആടെന്ന് പറഞ്ഞാൽ. ഒരു 10 വാരെ അപ്പുറമുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണുവാനായിട്ട് ആടുകൾക്ക് സാധിക്കില്ല. തൊട്ടടുത്തുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും, ഒത്തിരി ദൂരെയുള്ള കാര്യങ്ങളൊന്നും ആടുകൾക്ക് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുവാനായിട്ട് കഴിയില്ല. ഈ 3 കുറവുകൾ ആടുകളുടെ ജീവിതം. ഈ കുറവുള്ള ആടിനോടാണ് നമ്മളെ ഓരോരുത്തരെയും അല്ലെങ്കിൽ ഈശോവിൻ്റെ അച്ചഗണത്തെ ഉപമിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ 3 പ്രതിസന്ധികൾ കടന്നു പോകേണ്ടതാണ്. അതിന് മറുതലം എന്നോണം യേശു പറയുന്നു, ഈ ആടുകൾക്ക് ഞാൻ ഇടയനാണ്. ഞാനെന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇടയനാണ്. എങ്ങനെയാണ് ഈ ക്രിസ്തു ഇടയനാവുന്നത്? ഇടറുന്നവനല്ല ഇടയൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഉടയുന്നവനാണ് ഇടയൻ എന്ന് പറഞ്ഞാൽ. ഇടറാനല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഉടയാനായിട്ട് തയ്യാറായത്. ഈ 3 കുറവുകളെയും അതിലംഘിക്കുന്ന 3 ഗുണങ്ങൾ ഈ ഇടയനുണ്ടായിരിക്കണം. ഒന്നാമത്, അതീവ ജാഗ്രത കാത്തുപാലിക്കുന്നവനാണ് ഇടയൻ എന്ന് പറഞ്ഞാൽ. ആടുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നിതാന്ത ജാഗ്രതയോടെ അതിന് കാവലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇടയൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഏത് കുറവുകളെയും, നമ്മളെ ഏത് ശത്രുക്കളിൽ നിന്ന് നമ്മളെ കാത്തുപരിപാലിക്കാൻ കഴിവുള്ളവനാണ് ഇടയൻ. രണ്ടാമത്, അനുകമ്പാർന്നമായ സ്നേഹമുള്ളവനാണ് ഇടയൻ. വ്യത്യാസങ്ങളില്ല. ഇന്ന ആടിനെയെന്നോ ഇന്ന വ്യക്തികളെയൊന്നല്ല, എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ, കരുണയോടെ നോക്കുവാൻ, നഷ്ടപ്പെട്ടതിനെ തേടിപ്പിടിക്കുവാനുള്ള വലിയൊരു കരുണയുള്ളവനാണ് ഇടയൻ. മൂന്നാമത്, ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുവാൻ കഴിവുള്ളവനാണ് ഇടയൻ. പഴയകാലത്ത് പലസ്തീനിൽ ഈ ആടുകളേക്ക് താമസിപ്പിക്കുക ഗുഹകളിലാണ്. ഈ ഗുഹകളിൽ താമസിപ്പിച്ചതിന് ശേഷം ഈ ഇടയൻ ഈ ഗുഹയുടെ വാതിൽ മുഖത്ത് ഇങ്ങനെ നിവർന്നു കിടക്കും. ഒരാടിന് ഈ ഇടയന്റെ നെഞ്ചിൽ ചവിട്ടാതെ അല്ലാതെ പുറത്തു പോകാൻ കഴിയില്ല. വേറെ ഏതൊരു മൃഗത്തിന് ഇതിനെ ആക്രമിക്കണമെങ്കിൽ ഈ ഇടയന്റെ നെഞ്ചിൽ ചവിട്ടിയിട്ട് വേണം മറ്റു മൃഗങ്ങൾ അകത്ത് പ്രവേശിക്കുവാൻ. അതുകൊണ്ടാണ് ക്രിസ്തു ഇന്ന് വീണ്ടും പറയുന്നത്, ഞാനാകുന്നു വാതിൽ, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നില്ല. ക്രിസ്തുവിലൂടെ സഞ്ചരിക്കേണ്ട, ക്രിസ്തുവാകുന്ന വാതിലിലൂടെ കയറി രക്ഷ പ്രാപിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആടുകളെ പോലെ കുറവുകൾ നമുക്കുണ്ട്. പെട്ടെന്ന് ഇടറിപ്പോകുന്നവരാണ് നമ്മൾ. ചില പ്രലോഭനങ്ങൾക്കിടയിൽ നമ്മുടെ ബുദ്ധിശക്തിയൊന്നും പ്രവർത്തിക്കില്ല. ചില കാഴ്ചകൾ പലപ്പോഴും നമ്മളെ അധമമാക്കുന്നുണ്ട്. ഇവിടേക്ക് ക്രിസ്തുവെന്ന ഇടയനോട് നീ ചേർന്ന് നിൽക്കുമ്പോൾ വചനം പറയുന്നത് പോലെ അവൻ നിനക്ക് രക്ഷയൊരുക്കുന്നു. ആടുകളൊക്കെ ക്രിസ്തുവിൻ്റെ സ്വരം കേട്ട് വരുന്നു എന്നാ പറയുക. ഇടയന്മാരുടെ സ്വരം കേട്ടുകൊണ്ടാണ് ആടുകൾ തിരിച്ചറിയുന്നത് തൻ്റെ ഇടയനാണെന്ന്. ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാം. കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെ ആ ഇടയനാകുന്ന ക്രിസ്തുവിൻ്റെ സ്വരം കേട്ട് രക്ഷയിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം. നമ്മുടെ ഇടയനായ ദൈവം നമ്മളെ എന്നും കാത്തുപരിപാലിക്കുവാൻ നമ്മുടെ കൂടെയുണ്ട് എന്ന ചിന്ത നമുക്കുണ്ടാവട്ടെ. നമ്മളെല്ലാ നിയോഗങ്ങളും ദൈവസമക്ഷം സമർപ്പിച്ച് ഏറ്റവും വിശുദ്ധിയോടെ, ഒരുക്കത്തോടെ, അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ
ദൈവത്തിൻ്റെ പരമയാഗത്തിനായി നമുക്കൊരുങ്ങാം. സഹോദരരെ, ഇത് രഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യ കന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവ അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവേക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവ
സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകന നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ സന്തോഷത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അങ്ങനെ ശക്തനായ ഇടയൻ മുമ്പേ പോയെടുത്ത് എളിയ അഞ്ചകണവും എത്തിച്ചേരുമാറാകട്ടെ. എന്നും ജീവിച്ചു വാഴുന്നെന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പന്തക്കൊസ്താ ദിവസം പത്രോസ് മറ്റു 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ,
എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അലഞ്ഞു നടക്കുന്ന ആടുകളെ പോലെയായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവന്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ നല്ല ഇടയനാണ് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ എൻ്റെ ആടുകളെയും അവ എന്നെയും അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കിടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു. അവൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവന്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു. എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഏക ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു.
ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൻ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവം കടാക്ഷിക്കുമാറാകട്ടെ. സ്നേഹപിതാവേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും രൂപത അധ്യക്ഷൻ വർഗീസ് ചക്കാലക്കൽ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപാഭിഷേകത്താൽ അജഗണത്തെ പ്രതിസന്ധികൾക്കിടയിലും വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനുള്ള കൃപാവരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവേ, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ കോവിഡ് പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തുമ്പോൾ കരുണ കാണിക്കണമെന്നും മക്കളായ ഞങ്ങൾ കൈക്കൊള്ളേണ്ട മനോഭാവം എന്തായിരിക്കണമെന്നും ഞങ്ങളെ മനസ്സിലാക്കി തരണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകൈകനാഥ, പ്രവാസികളായി മറ്റ് രാജ്യങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരികെ തങ്ങളുടെ സ്വന്തം നാട്ടിലെത്തിച്ചേരാനുള്ള മാർഗം തുറന്നു കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദായക ആരോഗ്യ മേഖലയിലും സുരക്ഷാ മേഖലയിലും അകമഴിഞ്ഞ് സേവനം ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും നല്ല ആരോഗ്യവും സംരക്ഷണവും ആത്മധൈര്യവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്നത്തെ പ്രതിസന്ധി കാലഘട്ടത്തിൽ യുവജനങ്ങൾ തങ്ങളുടെ സുഖം തേടി നടക്കുന്ന പ്രവണതയിൽ നിന്നും മാറി കാലഘട്ടം നൽകുന്ന സന്ദേശം യഥായോഗ്യം ഉൾക്കൊണ്ട് എല്ലാ സാഹചര്യങ്ങളെയും സംയമനത്തോടെ അഭിമുഖീകരിക്കാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹദാത, നല്ല ഇടയന്റെ ഞായറാഴ്ചയായി ആചരിക്കുമ്പോൾ ഇന്നത്തെ ഈ ദിവ്യബലി പരികർമ്മം ചെയ്യുന്ന അനിലച്ചനെയും അതിൽ പങ്കുകാരാകുന്ന എല്ലാ മക്കളും ഇടയനോട് ചേർന്ന് നടക്കുന്ന കീഴ്വഴക്കം കൈക്കൊള്ളുന്നതിനും അങ്ങനെ ഏവരും ഒരിടയനും അശകണവുമായി തീരുന്നതിനുള്ള സാഹചര്യം കൈവരുന്നതിനും ഇടവരുത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെതായ വിവിധ ആവശ്യങ്ങൾ ഈ ബലിപീഠത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമേ, ഈ കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണ് ഞങ്ങൾ അറിയുന്നു. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കാഴ്ചകളേകാൻ ഞാൻ വന്നിതാ ദൈവമേ, ജീവിതയാഗം നിൻ സന്നിധി അർപ്പിതം. കാഴ്ചകളേകാൻ ഞാൻ വന്നിതാ ദൈവമേ, ജീവിതയാഗം നിൻ സന്നിധി അർപ്പിതം. എന്നെ മോചിക്കുവാൻ സ്വന്തം ജീവൻ നൽകും എൻ്റെ യേശുനാഥനോടൊന്നായി ബലിയർപ്പിക്കാം. കാഴ്ചകളേകാൻ ഞാൻ വന്നിതാ ദൈവമേ, ജീവിതയാഗം നിൻ സന്നിധി അർപ്പിതം. തന്റെ മരണവും ഉത്ഥാനവും എന്നും അനുസ്മരിച്ചാചരിക്കാം. തന്റെ മരണവും ഉത്ഥാനവും എന്നും അനുസ്മരിച്ചാചരിക്കാം. കൽപ്പിച്ചു അർപ്പിക്കാം യാഗമിന്ന്. കാഴ്ചകളേകാൻ ഞാൻ വന്നിതാ ദൈവമേ, ജീവിതയാഗം നിൻ സന്നിധി അർപ്പിതം. സഹോദരൻ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തൻ പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ പെസഹ രഹസ്യങ്ങൾ വഴി ഞങ്ങളെന്നും കൃതജ്ഞതാ നിർഭരായിരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ നവീകരണത്തിൻ്റെ നിരന്തര പ്രവർത്തനം ഞങ്ങൾക്ക് നിത്യാനന്ദത്തിന് നിദാനമായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യം ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കുകയും അങ്ങേ സന്നിധിയിൽ നിരന്തരമായ മധ്യസ്ഥാൻ ഞങ്ങളെ പരിരക്ഷിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ബലിയർപ്പിക്കപ്പെട്ടു, എങ്കിലും മരിക്കുന്നില്ല. വധിക്കപ്പെട്ടു, എങ്കിലും അവിടുന്ന് എന്നും ജീവിക്കുന്നു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂലോകത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാകവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം
ഒരു നല്ല ഇടയന്റെ അനുകമ്പാദ്രമായ സ്നേഹവും നിതാന്തമായ ജാഗ്രതയും നമ്മളിലേക്ക് ഈ തിരുശരീര രക്തങ്ങളുടെ രൂപത്തിൽ ഇറങ്ങി വരുന്ന ധന്യ നിമിഷമാണിത്. ഈ ഒരു വലിയ സ്നേഹത്തിലേക്ക്, വലിയ കരുതലിലേക്ക് അവിടുന്ന് നമ്മളെ ക്ഷണിക്കുമ്പോൾ, ഇടയനിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ സ്വരം കേൾക്കാൻ കഴിയാത്ത വിധം ദൂരത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇടറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മടങ്ങി വരാം. നിനക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്നൊരു ദൈവത്തെ ഓർക്കുക. നിനക്ക് വേണ്ടി രക്തം കിനിയുന്ന, ബലിയർപ്പിക്കുന്ന ഈശോയെ ഓർക്കുക. അതിൽ നിന്നൊക്കെ ഒത്തിരി ദൂരെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ സ്വരം കേൾക്കുമ്പോൾ ആടുകളെല്ലാം ആ സ്വരത്തിന് പിന്നാലെ പോകുന്നു, അവനെ അനുഗമിക്കുന്നു. കർത്താവിൻ്റെ സ്വരം കേൾക്കുവാൻ കഴിയാത്ത വിധം ഞാൻ ഒത്തിരി ദൂരത്താണ്. കർത്താവിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഞാൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിൽ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു മടക്കയാത്ര. ഈ ബലിപീഠത്തിലേക്ക് നിനക്ക് വേണ്ടി മുറിയപ്പെട്ട ആ തിരുശരീര രക്തങ്ങളിലേക്ക് നീ മടങ്ങി വന്നേ പറ്റും. മടങ്ങി വരുവാനായിട്ട് കരുതലിൻ്റെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെ രൂപത്തിൽ നമ്മളിലേക്ക് എഴുന്നള്ളി വരുന്ന യേശുവിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വികാര വിചാരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായെന്ന് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റയ്ക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കരുത്. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കണം. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വർഗീസ് മെത്രാനോടും വൈദിക ഗണത്തോടും വിശ്വാസ സമൂഹത്തോടുമൊത്ത് സഭയെന്ന് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണം. ഉയർപ്പിന് പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ നീ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നന്നോ വേണ്ടുന്നൊരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടിരുളയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേ.
ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യയല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഇടയാ, നല്ലിടയാ, ഈ വഴി വന്നിടുമോ? ഇടറും മനമായി തളരും എന്നിൽ ജീവനായി വന്നിടുമോ? ഒരു സാന്ത്വനമായി കുളിർ കാറ്റുപോലെ അണയൂ എന്നിൽ പ്രിയനീശോ. ഇടയാ, നല്ലിടയാ, ഈ വഴി വന്നിടുമോ? കാലം മനതാരിൽ ഏകിയ ദുഃഖങ്ങൾ നിന്നോടു പങ്കുവയ്ക്കാം. ആരും കാണാതെ പോയൊരു നന്മകൾ നിന്നോടു ചേർത്തണയ്ക്കാം. മനസ്സിൻ്റെ ഉള്ളിലെ വേദനയെല്ലാം കുരിശോടു ചേർക്കേണമേ. ജീവന്റെ നാഥനാമീശോ. ഇടയാ, നല്ലിടയാ, ഈ വഴി വന്നിടുമോ? എന്നുമെൻ മനസ്സിൻ്റെ നൊമ്പരമെല്ലാം മുത്തായി മാറ്റിയിടുവാൻ ജീവൻ വറ്റിയോ ഒരാത്മാവിനെ തിരി ജീവൻ പകർന്നിടുവാൻ എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമായി മാറാൻ എന്നെ ഒരുക്കിയിടുമോ? നിനക്കായി തെളിഞ്ഞിടുമോ? ഇടയാ, നല്ലിടയാ, ഈ വഴി വന്നിടുമോ?
കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നത് ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ സെബസ്ത്യാനോസേ, വിശുദ്ധ മത്രേസ്യായി, വിശുദ്ധ കൊറോണയെ, സകല വിശുദ്ധരുമേ, തന്റെ ആടുകൾക്ക് വേണ്ടി സജീവൻ അർപ്പിക്കുകയും അജഗണത്തിന് വേണ്ടി മരിക്കുവാൻ തിരുമനസ്സാകുകയും ചെയ്ത നല്ല ഇടയൻ ഉയർത്തെഴുന്നേറ്റു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഇടയ, അങ്ങേ അജഗണത്തെ കരുണയോടെ കടാക്ഷിക്കുകയും അങ്ങേ പുത്രന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത അജഗണത്തെ നിത്യമായ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് ഒരുമിച്ച് കൂട്ടുവാൻ തിരുവുള്ളമാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. അല്ലേലൂയ, അല്ലേലൂയ. ദൈവത്തിന് നന്ദി. അല്ലേലൂയ, അല്ലേലൂയ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. കൈവടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ അമ്പരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.